Mosaic India, a mirror to memorable music. നമസ്കാരം. മൊസൈക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്നൊരു ഇടമാണല്ലോ നമ്മുടെ ഭാരതത്തിൻ്റെ അങ്ങ് തെക്കേ അറ്റത്ത് കിടക്കുന്ന കന്യാകുമാരി എന്ന മുനമ്പ്. മഹാഭാരതത്തിൽ പാണ്ഡവരുടെ തലസ്ഥാനമെന്നറിയപ്പെട്ടിരുന്ന മായാനഗരിയായ ഇന്ദ്രപ്രസ്ഥത്തെ അനുസ്മരിപ്പിക്കുന്നൊരു മായാപുരി ഇവിടെയുമുണ്ട്. നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യയായ വെർച്വൽ റിയാലിറ്റിയുടെയും ത്രിമാന ചിത്രകലയുടെയും ഒക്കെ മായിക വലയം സന്ദർശകർക്ക് പ്രദാനം ചെയ്യുന്നൊരു വിസ്മയ ലോകമാണ് മായാപുരി എന്ന ഈ എക്സിബിഷൻ വെന്യൂ. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ് മായാപുരിയുടെ ഈ വിസ്മയ ലോകം. ഒരു 3D ആർട്ട് ഗാലറിയും വാക്സ് മ്യൂസിയവും വെർച്വൽ റിയാലിറ്റി തിയേറ്ററുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഹായ്, നമസ്കാരം. നമസ്കാരം സർ. വരൂ സർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് മായാപുരി വാക്സ് മ്യൂസിയത്തിലാണ്. ഇപ്പോൾ നമ്മോടൊപ്പം മായാപുരി വാക്സ് മ്യൂസിയത്തിൻ്റെ കസ്റ്റമർ റിലേഷൻസ് മാനേജർ ശ്രീമതി ഷൈലു നമ്മോടൊപ്പമുണ്ട്. ഹായ്, നമസ്കാരം മിസ് ഷൈലു. നമസ്കാരം സർ. വെൽക്കം ടു ഇന്ത്യസ് ഫസ്റ്റ് വാക്സ് മ്യൂസിയം സർ. താങ്ക് യു. ഹൗ ആർ യു? ഐ എം വെരി ഫൈൻ സർ. ഈ വാക്സ് മ്യൂസിയത്തെ നമ്മുടെ വ്യൂവേഴ്സിനൊന്ന് പരിചയപ്പെടുത്താം അല്ലേ? ഓക്കെ സർ. പ്ലീസ്. ഇവിടെ ഇപ്പോൾ നമുക്ക് എത്ര വാക്സ് സ്റ്റാച്യൂസ് ഉണ്ട്? ഇവിടെ ഇപ്പോൾ നമുക്ക് 21 സ്റ്റാച്യൂസ് ഉണ്ട് സർ. ഓക്കെ. ഹൗസ് ദി റെസ്പോൺസ്? എങ്ങനെയുണ്ട് ആളുകളുടെ പ്രതികരണം? ഇപ്പോൾ നമുക്ക് ഇവിടെ വന്ന ശേഷം കുറച്ച് കൂടുതൽ ഗസ്റ്റ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, പിന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്, പിന്നെ ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റിയിലുള്ളത് പോലെയുള്ള ഒരു ഫീൽ ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ സ്റ്റാച്യൂസ് ഒക്കെ ആരുടെയാണ്? സ്കൾപ്ചേഴ്സ് ആരൊക്കെയാണ്? നമുക്ക് ഇവിടെ 2-3 ആൾക്കാരുണ്ട്. അതിൽ മുഖ്യമായിട്ട് പറയുന്നത് വെച്ചാൽ നമ്മൾ ഒന്ന് ബേബി അലക്സ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്. പുള്ളിയാണ് നമുക്ക് ഇവിടുത്തെ മുഖ്യാറും പ്രതിമകളും ഉണ്ടാക്കി തന്നത്. ഓക്കെ ഓക്കെ. നമുക്ക് ഓരോ സ്റ്റാച്യൂവിനെ നമുക്കൊന്ന് പരിചയപ്പെടുത്താമല്ലോ. ഇത് ആരാണ് ഉണ്ടാക്കിയത്? ഈ സ്റ്റാച്യൂവിന്റെ നിർമ്മാണം ആരായിരുന്നു എന്ന് പറയാമല്ലോ? പറയാം സർ. പ്ലീസ്. ഓക്കെ. നമുക്ക് ശ്രീ ഉമ്മൻചാണ്ടിയിൽ നിന്ന് തുടങ്ങാം. ഓക്കെ സർ. ഇത് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ്. ഇവിടെ മിക്കവാറും മലയാളികളുടെ മനസ്സിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന, മരിച്ചു കഴിഞ്ഞ ശേഷവും ഇന്നും ജീവിച്ചിരിക്കുന്ന പുള്ളിയാണ്. പുള്ളി നല്ലൊരു ക്യാരക്ടറായിരുന്നു. സോ ഇന്നും മക്കളുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്ന പുള്ളി മിസ്റ്റർ ഉമ്മൻചാണ്ടി ഫസ്റ്റ് വെൽക്കം ആയിട്ട് നമ്മളുടെ മുമ്പിൽ നിൽപ്പുണ്ട് ഇവിടെ. ഓക്കെ. ഇവിടെ നോക്കിയ MS സുബ്ബലക്ഷ്മി, ഫേമസ് കർണാട്ടിക് സിംഗർ, ഒത്തിരി അവാർഡ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അവർ. പിന്നെ ഇവിടെ സൗത്ത് സൈഡ് വീട്ടിൽ രാവിലെ ഷഷ്ടിയെ നോക്കുക ശരവണ ഭവൻ എന്നൊരു സോങ് ഉണ്ട്. അപ്പോൾ അതിനെ ആദ്യമായിട്ട് വോയിസിൽ കൊണ്ടുവന്നത് MS സുബ്ബലക്ഷ്മിയാണ്. പിന്നെ നല്ല ആക്ടർ കൂടിയാണ്, നല്ല കർണാട്ടിക് സിംഗർ കൂടിയാണ്. ഓക്കെ. ഇത് ആരുണ്ടാക്കിയതാണ് ഈ മോഡൽ? ഈ സ്റ്റാച്യൂസ് ബേബി അലക്സ് സാറാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ കാണുന്നത് ജോണി ടെപ്പ്, ഹോളിവുഡ് ആക്ടറാണ്. പുള്ളി പൈററ്റ്സ് ഓഫ് കറേബ്യൻ ആ ഷോയിൽ കടൽ കൊള്ളയനായിട്ട് അഭിനയിച്ച പുള്ളിയാണ്. പുള്ളിയും നല്ല ഒരു ക്യാരക്ടർ, പിള്ളേർ എല്ലാവരും നല്ലപോലെ അറിയുന്ന ഒരു നല്ല ക്യാരക്ടറാണ്. ഈ മോഡൽ നിർമ്മിച്ചത് ബേബി അലക്സ് സാറാണ്. ഇതിൻ്റെ ബാക്കിൽ പ്രത്യേകം എന്തോന്ന് വെച്ചാൽ 3D പെയിൻറ്റിംഗ് ആണ്. അത് നമുക്ക് കാണുമ്പോൾ പെയിൻറ്റിംഗ് ആയിട്ട് തോന്നും, പക്ഷെ അതിന് ഫോട്ടോയിൽ കാണുമ്പോൾ നമ്മളൊരു കടലിനകത്ത് ഒരു ഷിപ്പിനകത്ത് ഉള്ളതുപോലുള്ള ഒരു എഫക്റ്റ് വരും. നമ്മൾ ഇപ്പുറത്ത് കാണുന്നത് മദർ ട്രേസ, പീസ്ഫുൾ ലേഡിയാണ്, നോബൽ പ്രൈസ് വാങ്ങിയ ഒരു ലേഡിയാണ്. സോ ഇതിനെ നിർമ്മിച്ചത് ബേബി അലക്സ് സാറാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ സ്റ്റാച്യൂസ് കൊണ്ടുവന്ന് 2 മാസമേ ആയിട്ടുള്ളൂ. ബേബി അലക്സ് ഫ്രം കോട്ടയം. യെസ് സർ. ആൻഡ് ഇപ്പുറത്ത് ഇരിക്കുന്നത് റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ഹെഡ്
പോപ്പ് ഫ്രാൻസിസ് ആണ്. പുള്ളി വന്ന് ഇവിടെ വന്ന് ബിഫോർ കൊറോണ വന്നായിരുന്നു. ഓ, ഇവിടെ വന്നിട്ടുണ്ട് കന്യാകുമാരി? ഇല്ല ഇല്ല, പുള്ളിന്റെ സ്റ്റാച്യൂസ്. ഓ, സ്റ്റാച്യു. ഇത് നമ്മുടെ സ്റ്റൈൽ മന്നനാണല്ലോ. അതെ അല്ലേ? ഇപ്പുറത്ത് വന്ന് വിജയ് സാറുണ്ട്, ഇളയ ദളപതി വിജയ്. ഇവിടെ വരുന്ന നോർത്ത് ഇന്ത്യൻസ് പോലും നല്ലപോലെ പരിചയമുള്ള പുള്ളിയാണ്. ഇപ്പോൾ പൊളിറ്റിക്കലിലും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് നോക്കിയ വിജയുടെ ഫാനാണോ? അങ്ങനെ ഒന്നുമില്ല, നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഇപ്പുറത്ത് നോക്കിയ കോൻ മനേക്ക ക്രോർപതി. ഞാനും ക്രോർപതി ആവും ഒരു ദിവസം. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പുള്ളിന്റെ കൂടെ പോയി ഇരിക്കും എന്നുള്ള ഇതില്. സോ ഇവിടെ അമിതാഭ് ബച്ചൻ സാറിനെയും ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എല്ലാം നിർമ്മാണിച്ചത് വന്ന് ബേബി അലക്സ് സാറാണ്. ഇതെല്ലാം വന്ന് നമ്മൾ വന്ന് ഏർലിയർ ആയിട്ടുള്ള സ്റ്റാച്ചു ആണ്. വിജയ് സാർ വന്ന് നമുക്ക് ആഫ്റ്റർ കൊറോണ 2020 ഇങ്ങോട്ട് വന്നായിരുന്നു. ആക്ച്വലി സ്റ്റാച്ചു ആയിട്ട് ഇവിടെ കൊണ്ടുവന്നായിരുന്നു. വിജയ് ഇത് കണ്ടിട്ടുണ്ടോ? വിജയ് സാറിന്റെ PA ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ഇവിടെ വന്ന് അവരുടെ സ്റ്റാച്ചു വച്ചിട്ടുള്ളത് അറിയാം. പിന്നെ ഇവിടെ കാണുന്നത് മൊത്തം ഒന്ന് പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ വെച്ച് നമ്മൾ ഒന്ന് ഇവിടെ ചെയ്തു വച്ചിട്ടുള്ളതാണ്. കോൺഗ്രസ് പൊളിറ്റിക്കൽ ലീഡർ മിസ്റ്റർ മൻമോഹൻ സിംഗ് ഇവിടെ ഉണ്ട്. മരിച്ചു പോയ ശേഷം ഒന്ന് ഇവിടെ ഒത്തിരി ആൾക്കാർ ഈ പുള്ളീൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എക്കണോമിക്സ് ഓഫ് ഇന്ത്യ ബുക്ക് പുള്ളി എഴുതിയിട്ടുണ്ട്, നല്ല ഒരു ഗൈഡിൽ കൊണ്ടുപോയായിരുന്നു. ദെൻ അടുത്ത് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ മിസ്റ്റർ നെഹ്റുജി ഇവിടെ ഉണ്ട്. കുട്ടികളെന്ന് ചോദിക്കുമ്പോൾ November 14th ഡേറ്റ് അവരിന് പറയും, നെഹ്റു മാമാൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. സോ എല്ലാ കുട്ടികൾക്കും അറിയുന്ന ഒരു പുള്ളിയാണ് നെഹ്റുജി. അടുത്ത് ഇവിടെ അബ്ദുൽ കലാം അയ്യ വച്ചിട്ടുണ്ട്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, സയൻറ്റിസ്റ്റ്. മിക്കവാറും കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ള കുട്ടികളിന് പോലും നല്ല ഒരു റോൾ മോഡലായിട്ട് ഉള്ള പുള്ളിയാണ് മിസ്റ്റർ അബ്ദുൽ കലാം അയ്യ വച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഫേസ് കുറച്ച് മാറിപ്പോയി. മാക്സിമം ഇത് ഇപ്പോൾ ഇനി ചീക്രത്തിൽ മാറ്റിയിട്ട് വേറൊരു പുള്ളീനെ കൊണ്ടുവരും, ബറാക് ഒബാമ. സ്വാസ്നേക്കർ വച്ചിട്ടുണ്ട്. ഇവർ മാക്സിമം ഈ ആക്ഷൻ ഫിലിം അങ്ങനത്തെ ഉള്ളതായതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് അവർക്ക് അങ്ങനെ തന്നെ എന്ത് ടെറർ പ്ലേസ് വരുന്നത് പോലെ തന്നെ വച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് വന്ന് ബ്രൂസ് വിൽസ് ആരും. പിന്നെ മാക്സിമം ഇവർ ആക്ഷൻ പടങ്ങളിലാണ് അഭിനയിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ വന്ന് ഈ ടാങ്ക് ഇതെല്ലാം ഇങ്ങനെയെല്ലാം വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റാച്ചു മൈക്കിൾ ജാക്സൺ കൊണ്ടുവന്ന് 1 month ആയിട്ടുള്ളൂ. ഇപ്പം തന്നെ വന്ന മോഡലാണ്. പഴയ മോഡൽ വന്ന് ഒത്തിരി ഡാമേജ് ആയിപ്പോയി, അതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ട് പുതിയ മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സ്റ്റേജിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ആ ലൈറ്റ് കാര്യങ്ങളെല്ലാം വെച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഷാറുഖ് ഖാൻ ആ പുള്ളിയും വന്ന് സിനിമ റിലേറ്റഡ്, സോ ലൈറ്റ് കാര്യങ്ങൾ വെച്ച് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടർ ആൻഡ് ബാറ്റ്മാൻ അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത്. പിന്നെ ഇപ്പുറത്ത് നോക്കിയ ഡേവിഡ് ബേക്കം, ഇംഗ്ലണ്ട് ഫുട്ബോൾ പ്ലെയർ. പുള്ളി ഫുട്ബോൾ പ്ലെയർ മാത്രമല്ല, നല്ല ഒരു മോഡൽ കൂടിയാണ്. ഒത്തിരി എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് പുള്ളീനുണ്ട്. നമ്മളുടെ നാഷണൽ ആന്തം എഴുതിയ പുള്ളി, നോബൽ പ്രൈസ് വാങ്ങിച്ച പുള്ളി രവീന്ദ്രനാഥ് ടാഗോർ സാറുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നോക്കിയാൽ നമ്മളുടെ ഫാദർ ഓഫ് നേഷൻ ഗാന്ധിജി അവരുണ്ട്. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും നോക്കിയാൽ ഫുള്ളും 3D പെയിൻറ്റിങ്സ് ആണ്. നിങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഫോട്ടോസ് എടുക്കുക, കസേരയിൽ ഇരിക്കുന്നത് പോലെ ടേബിളിന് ടച്ച് ചെയ്തുള്ളത് പോലെ എല്ലാം ഫോട്ടോസ് എടുക്കാം. ദെൻ ഇപ്പുറത്ത് നോക്കിയാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ട്. C=mc². പഠിക്കുന്ന സമയം ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചതാണ് സയൻസ്. പിന്നെ
ഇവിടെ നോക്കിയാൽ ചാർലി ചാപ്ലിൻ സാറാണ്, വേൾഡ് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് കോമഡിയൻ ആണ്. My pain may be the reason for somebody's love, but my love must be never be the reason for somebody's pain. ചാർലി ചാപ്ലിൻ്റെ നല്ല ഒരു അടിപൊളി വരികളാണ്. പിന്നെ അവരുടെ ഇപ്പുറത്തെ ഒരു ഗേൾ ഉണ്ടല്ലോ, അവരെ നോക്കിയാൽ അത് ചാർലി ചാപ്ലിൻ്റെ ഗേൾ ഫ്രണ്ട് കാത്രീൻ ആണ്. അവർ വന്ന് നമ്മൾ 3D പെയിൻറ്റിംഗ് ആക്കി അങ്ങനെ വരഞ്ഞു വച്ചിട്ടുണ്ട്. അവരുടെ കയ്യിലിരുന്ന് പൂ മേടിക്കുന്നത് പോലെ നിന്ന് ഫോട്ടോസ് എടുത്താൽ കാണാൻ നല്ല രസമായിരിക്കും. എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇവിടുത്തെ 3D ആർട്ട് ഗാലറിയാണ്. ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് മൊത്തവും 3D പെയിൻറ്റിങ്സ് ആണ്. ഇപ്പോൾ നമുക്ക് ഇപ്പുറത്ത് പെയിൻറ്റിങ് വർക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതിനെ വന്ന് ഡ്രോയി ചെയ്യുന്നത് വന്ന് മിസ്റ്റർ ബിനോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പുള്ളിയാണ്. ബിനു ചേട്ടാ അങ്ങനെ തന്നെ ഒന്ന് തിരിഞ്ഞ് ഹായ് പറഞ്ഞോ. പിന്നെ ഇവിടെ വിവേകാനന്ദ വച്ചിട്ടുണ്ട്. ആ പുള്ളീൻ്റെ താഴെ റോക്കെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് അതിൻ്റെ മുകളിലിരുന്ന് നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ റിയൽ ആയിട്ടുള്ള എഫക്റ്റ് വരും. പിന്നെ ഇപ്പുറത്ത് നോക്കിയ ഒരു വീടിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്റ്റാർ കേസൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് പോലെ ഉണ്ടാവും. അടുത്ത നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ റിയൽ ആയിട്ടുള്ള എഫക്റ്റ് വരും. പിന്നെ ഈ കേവിൻ്റെ അകത്ത് നോക്കിയാൽ നമ്മൾ മൾട്ടി കളർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ அந்த ഷാഡോസ് വരുമ്പോൾ ലൈറ്റ് ടു ഡാർക്ക് പോകുമ്പോൾ അത് ഒന്ന് റിയലി ഒന്ന് அந்த കേവിനകത്ത് കയറി പോകുന്നത് പോലെയുള്ള തോന്നൽ നമുക്ക് വരും. ദെൻ ഇത് ഇവിടെ മോൺസ്റ്റർ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അങ്ങനെ അതന്നെ ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നത് പോലെ ആക്ഷൻ ചെയ്ത് ഫോട്ടോസ് എടുക്കാം. ഇവിടെ താഴെ ഈ തടിയെല്ലാം നോക്കുമ്പോൾ അത് റിയൽ ആയിട്ട് ഉള്ള പോലെ ഉള്ള എഫക്റ്റ് വരും നിങ്ങൾക്ക്. ഇത് ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ജസ്റ്റ് ഫോർ ഫൺ നമ്മൾ വന്ന് അതിൽ നടന്നു പോകുന്നത് പോലെ സ്ലോ ആയിട്ട് ആക്ഷൻ ചെയ്ത് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. 5 days വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിൽ വന്നിട്ട് നമ്മളിപ്പോൾ വന്നിട്ട് ഇത് വലിയൊരു ആഴത്തിന് വെള്ളം കിടക്കുന്ന പോലെയും ഒരു വുഡിൻ്റെ ഒരു ഇത് നിൽക്കുകയാണ്. അതിൻ്റെ പുറത്ത് നമ്മൾ നിൽക്കുന്നത് പോലെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുകയുള്ളൂ. ഇതിൻ്റെ വർക്കാണ് ഇത് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ആ തടീൻ്റെ മുകളിൽ ഇരുന്നിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ആ പാണ്ടിനകത്ത് ആ തടീൻ്റെ മുകളിൽ ഇരിക്കുന്നത് പോലുള്ള എഫക്റ്റ് വരും. കാർട്ടൂൺ ക്യാരക്ടർ. അതിൽ അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും ഫോട്ടോ എടുക്കുമ്പോൾ. കാണാൻ പോകുന്നത് ഒന്ന് 90 ഷോ ആണ്. ഇതിൻ്റെ ഇത് വന്ന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ 3D മൂവി പോകും, അതിൻ്റെ കൂടെ തന്നെ സീറ്റ് ഷേക്ക് ആകും. നമ്മൾ വന്ന് വാട്ടർ സ്പ്രേ വരും, പിന്നെ സ്നോ സ്പ്രേ ഉണ്ട്, ബബിൾസ് ഉണ്ട്. ദിസ് ഇസ് 90 ഷോ, 9D ഷോ. ഇത് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് ഒരു ഫോറസ്റ്റിനകത്ത് പോയാൽ എങ്ങനത്തെ ഉള്ള ഒരു ഫീൽ വരുമോ അതുപോലെ തന്നെ ഷോ റണ്ണാകുമ്പോൾ സീറ്റ് ഷേക്ക് ആവും, ചേസിങ് ഉണ്ടാവും, വാട്ടർ സ്പ്രേ ഉണ്ടാവും, സ്നോ സ്പ്രേ ഉണ്ടാവും. അപ്പോൾ നല്ല ഒരു ജോലി മൂഡിലുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒന്ന് 3D സ്പെക്സ് കൂടി നമ്മൾ കൊടുത്തേക്കും. ദിസ് ഇസ് വിർച്വൽ റിയാലിറ്റി. ഇതിൽ എന്തോന്ന് വെച്ചാൽ നമ്മൾ ഈ കസേരയിൽ ആൾക്കാരനെ ഇരുത്തി വെച്ചിട്ട് ഇതുപോലെ ആക്ലസ് ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഷോ ഇടും. ഇതിലൊന്ന് നമ്മൾ ഷോവിന് നമ്മൾ തല എങ്ങനെ വേണമെങ്കിലും 360 ഡിഗ്രി വ്യൂ ഷോ നമ്മൾ കാണാൻ പറ്റും. എന്താണ് ഇത് ഇതിനകത്ത് കാണിക്കുന്നത്? ഇതിൽ ഒന്ന് നമ്മൾ കാണിക്കുന്നത് കേവ് പോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അത് കേവിനകത്ത് പോകുന്നത് പോലത്തെ ഉള്ള ഇതാണ്. എങ്ങനെയാണ് കൂടുതൽ യുവാക്കളാണോ വരുന്നത്? ഇവിടെ ഇപ്പോൾ ഒന്ന് നോർമലി ഒന്ന് യങ്സ്റ്റേഴ്സ് ആൻഡ് കൊച്ചുകുട്ടികൾ അവരെല്ലാവരും നല്ലപോലെ ഇവിടെ ഇപ്പോൾ VR-നെ പറ്റി നല്ലപോലെ അറിഞ്ഞിട്ട് പേടിക്കൊന്നുമില്ല. പേടി ഇപ്പോൾ വലിയ ആൾക്കാർ മാത്രമേ പേടി, കൊച്ചുകുട്ടികൾ ജാലിയായിട്ട് അവർ എൻജോയ് ചെയ്യും. അവർ ദേ ആർ ആസ്കിങ് മോർ ഹൊറർ. നമ്മൾ പാരൻസ് അയ്യോ വേണ്ട എന്ന് പറയും. ആഫ്റ്റർ കൊറോണ കുറച്ച് ബിസിനസ് ഡല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ പതുക്കെ നമ്മൾ മുകളിലോട്ട് കയറി വരുവാ. മായാപുരി ഇവിടെ ഒരു മായാലോകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. നമ്മൾ അടുത്തത് വന്ന് ഡാഷിങ് കാറാണ്. ഇവിടെ കുട്ടികൾ ആര് വേണമെങ്കിലും
aged people, youngsters, all the people enjoy here. ഓക്കെ ഓ പക്ഷേ അത് വേറെയാ ഇത് വേറെ. ഇപ്പോൾ മായാപുരി എന്ന് പറയുമ്പോൾ വാക്സ് മ്യൂസിയം, 3D ആർട്ട് ഗാലറി, ഇത് രണ്ട് മാത്രം കാണണമെങ്കിൽ ഒരാൾക്ക് 120 നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ 90 VR ഡാഷിംഗ് കാർ എല്ലാം ചേർത്ത് നിങ്ങൾ കാണുവാണെങ്കിൽ ഞങ്ങൾ ഒരാൾക്ക് 400 രൂപ ചാർജ് ചെയ്യും. കുട്ടികൾക്കും അഡൾട്ട്സ് എല്ലാവരും ഒരേ ടിക്കറ്റ് തന്നെ. പിന്നെ സ്കൂൾ പാക്കേജ് ആകുമ്പോൾ അതന്നെ നമ്മൾ കാറ്റഗറീസ് വച്ചിട്ടുണ്ട്, ഓവർ ഇതിനും കാറ്റഗറീസ് വച്ചിട്ടുണ്ട് റേറ്റിൻ്റെ കാര്യങ്ങൾ. ഏപ്രിൽ ഹാഫ് മന്തിലിരുന്ന് ദെൻ മെയ് മാസം ഫുള്ള് നമുക്ക് ഫുൾ തിരക്കായിരിക്കും. പിന്നെ ഇത് നമുക്ക് അടുത്ത് തുടങ്ങുന്നത് പൂജ ഹോളിഡേയ്സ് തുടങ്ങി ഇറ്റ് വിൽ ബി അപ് ടു ജാനുവരി വരെ നമുക്ക് വന്ന് ടൂറിസ്റ്റ് തിരക്കായിരിക്കും. ഓക്കെ താങ്ക് യു. കന്യാകുമാരി മായാപുരിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ മൊസൈക്ക് ഇന്ത്യയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുട്ടൂർ സൈനിങ് ഓഫ് ഫ്രം മൊസൈക്ക് ഇന്ത്യ. താങ്ക് യു. Mosaic India, a mirror to memorable musings. Macniloquent, optimistic, zestful, awesome, inspirational and courageous. Let's explore together.